എല്ലാവർക്കും നമസ്കാരം. ഇതൊരു നല്ല ദിവസം, നല്ലൊരു ചടങ്ങിന് ഭാഗമാകാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. കൂടുതൽ ഒരു വലിയ വിജയമാവട്ടെ, തിയേറ്ററിൽ ജനങ്ങളുടെ ഒത്തുകൂടൽ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാ സിനിമയിലും പോലെ തന്നെ ഗുരുത്തൊക്കെ ഇളകുമ്പോൾ ഇരുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശംസ പറയണം സാർ. അവരെഴുതുന്ന ഗുരുക്കന്മാര്, എനിക്ക് കുറെ കാശിയുള്ള രണ്ട് പ്രൊഡ്യൂസർമാര്, ഓർമ്മയില്ല ജന്മദേശിക്കാൻ പറഞ്ഞത് ബാബുവിന് ആരും ജന്മദേശിക്കാൻ പറഞ്ഞത്. ഇതൊരു കൂടുതലാണ്. ഈ കൂടുതല് വീണ്ടും കൂടണം. ഈ ചിത്രത്തിന്റെ വിജയത്തിനായിട്ട് നമുക്ക് ഒന്നിച്ച് വീണ്ടും കൂടാം. എല്ലാവരും ആശംസകൾ. നമസ്കാരം. ബഹുമാനപ്പെട്ട സിബി സാർ എന്നെ ആദ്യമായിട്ടൊരു മൂവി ക്യാമറയുടെ മുമ്പിൽ നിർത്തിയ ആളാണ് സിബി സാറ്. ഞാൻ ആദ്യമായിട്ട് ഒരു തഗ് ഡയലോഗ് പറയിപ്പിച്ച ആളാണ് ഷാഫി സാർ. എന്നെ ആദ്യമായിട്ട് നായകനാക്കിയ ആളാണ് നാദിഷ്ക. പിന്നെ ആൽവി ചേട്ടൻ, ഞങ്ങളുടെ ആദ്യമായിട്ട് ഞങ്ങൾ എഴുതിയ സിനിമയുടെ പ്രൊഡ്യൂസർ. അങ്ങനെ ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബിബിൻ എൻ്റെ ബഡി പേരാണെന്ന് എല്ലാവർക്കും അറിയാം. കുഞ്ഞുനാള് മുതൽ അവൻ എന്തോരം സ്ട്രഗിൾ ചെയ്താണ് ഇന്ന് ഈ കാണുന്ന ഇത്രയും വലിയൊരു ക്രൗഡ് ഇങ്ങനൊരു പൂജ സമയക്ക് എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ബാക്ക് സ്റ്റോറിയുടെ പിൻബലമാണ്. അപ്പോൾ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പുറമേ നിന്നുള്ളവർക്ക് ജസ്റ്റ് ഇപ്പോൾ ഉള്ള വിവരം കാണുള്ളൂ. എനിക്ക് കുഞ്ഞുനാള് പോലെ അറിയാം, 6ാം ക്ലാസ് പോലെ അറിയാം. നമ്മുടെ മുമ്പിൽ 2.5 പതിറ്റാണ്ടിന് ശേഷം ഇന്ന് ദേവദൂത എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പൊ അത്രയും നാള് മുമ്പുള്ള കഠിനാധ്വാനത്തിന് ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടുമെങ്കിൽ ഉറപ്പായിട്ടും ബിബിൻ ജോർജിന്റെ സമയം ഇവിടെ നിന്ന് തുടങ്ങുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗംഭീരമായിട്ട് പുതിയ എഴുത്തുകാര്, പുതിയ സംവിധായകര്, അവർക്ക് എല്ലാവിധ ആശംസകളും. കൂടുതൽ ഗംഭീരമാവും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹവും ബഹുമാനവും. ചില കാര്യങ്ങൾ നടക്കാൻ ഒരു നിമിത്തം എന്ന് പറയില്ലേ, ഈ ഒരു സിനിമയിൽ ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണമായ ഒരാളെന്ന് പറയുന്നത് ശ്രീനാഥേട്ടനാണ്. ശ്രീനാഥേട്ടൻ ഇതിന് മുമ്പ് എൻ്റെ സിനിമ ഡയറക്ട് ചെയ്ത വ്യക്തിയാണ്. പുള്ളിയിലൂടെയാണ് എൻ്റെ ഡയറക്ടേഴ്സിന് ലീഡ് കിട്ടുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ശ്രീനാഥേട്ട. പിന്നെ എല്ലാരെയും പോലെ ഞാൻ എക്സൈറ്റഡ് ആണ്. ഇത്രയും ചിരിച്ച ഒരു ഇവന്റ് സത്യത്തിൽ എന്റെ ഓർമ്മയിൽ ഇപ്പൊ എങ്ങുമില്ല. ചിരിച്ചിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ വേദനയുണ്ട്. അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ഇവന്റ് ആണ് ഇന്നിവിടെ നടന്നത്. ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഇവന്റ് ആണ്. നിങ്ങളെല്ലാവരും ക്ഷമിച്ചിട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ചെയ്ത സിനിമകളിൽ എടുത്തു പറയുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഹാപ്പി വെഡിങ്ങിലെ സീനാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ അമരമ്പരാഞ്ജലി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അതിന്റെ ഡയറക്ടർ ആദർശിക്കയാണ്. റൈറ്റേഴ്സ് വിഷ്ണു, വിപിൻ, ആലൻ ചേട്ടൻ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഈ സിനിമ തുടങ്ങുന്ന കാലങ്ങളിൽ ഫസ്റ്റ് ചെയ്തൊരു മൂവി എന്നുള്ള രീതിയിൽ ഇപ്പോഴേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ചാൻസ് തന്നതിൽ ഞാനൊരു നന്ദി അറിയിക്കുകയാണ്. ആൻഡ് വിഷ്ണുവിന്റെ കൂടെ കഴിഞ്ഞ മുമ്പത്തെ മാസം കോഴിക്കോട് ഞാനൊരു സിനിമ ചെയ്തു, റിവോൾവർ എങ്കോ. അതിന്റെ റിലീസൊക്കെ ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിപിന്റെ കൂടെ ചെയ്ത് ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് നമുക്ക് സെറ്റിലേക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റട്ടെ. ഇതൊരു കൂടുതൽ തന്നെയാണ്. ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വേണം. താങ്ക് യു.